ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ എല്ലാവരും നല്ലൊരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു ചെറിയൊരു കുഞ്ഞു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണേ. ഈ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ ഇപ്രകാരമാണ്. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. ജ്ഞാനികൾ ഇത് കണ്ട് അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെയും അമ്മയെ മറിയത്തോടും കൂടി കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. പിന്നെ പൊന്നും മീറയും കുന്തിരിക്കൊക്കെ അവർക്ക് കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. ഈ ഒരു വചനഭാഗം വായിച്ചപ്പോൾ ശരിക്കും എൻ്റെ ഒരു തോട്ട് എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ആ ഒരു നക്ഷത്രത്തിലോട്ടാണ്. വേറൊന്നുമല്ല, നമുക്കറിയാം ജ്ഞാനികൾക്ക് ഈശോയെ കാണണമെന്നും ഈശോയെ കണ്ട് ആരാധിക്കണമെന്നും ഈ കാഴ്ചകളൊക്കെ അർപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഉണ്ണീശോ എവിടെ ജനിക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പം ഈ ഉണ്ണീശോയിലോട്ട് ഇവരെ എത്തിച്ചത് അല്ലെങ്കിൽ വഴികാട്ടിയായി നിന്നത് ഈ ഒരു നക്ഷത്രമല്ലേ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ക്രിസ്മസിലോട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഈശോയെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഈശോയെ ഒത്തിരി അറിയണമെന്ന് ആഗ്രഹമുള്ളവരുടെ ജീവിതത്തിൽ നമുക്കൊരു നക്ഷത്രമായി മാറാൻ പറ്റത്തില്ലേ? അവരെ ഈശോയിലോട്ട് എത്തിക്കുന്ന അല്ലെങ്കിൽ ഈശോയിലോട്ട് വഴി കാട്ടുന്ന ഒരു നക്ഷത്രമായിട്ട് നാം ഓരോരുത്തരും മാറുവാണെങ്കിൽ ഈ ക്രിസ്മസ് നാളിൽ ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. അപ്പം നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈശോയിലോട്ട് എത്തിക്കുന്ന ഒരു നക്ഷത്രമായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് നമുക്കും മാറാം.